സാർ, ഇപ്പോൾ ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് എണ്ണ വരുന്നു. ഈ വരുന്നതിൽ ഇന്ത്യ വഴിയാണ് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഈ കണക്ഷൻ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇന്ത്യക്കാർ അവർ കപ്പലുടമകളാണ്. ആ ഇന്ത്യക്കാർ ഇറാനിൽ നിന്നുള്ള എണ്ണ ചൈനയിലേക്ക് മാത്രമല്ല പാകിസ്ഥാനിലേക്കും ഈ 2 ഇന്ത്യൻ കപ്പലുടമകൾ എണ്ണ കൊണ്ടുപോയി എന്ന് കണ്ടെത്തിയിട്ട് ആ 2 ഇന്ത്യക്കാർക്കെതിരെ അവരുടെ കപ്പലുകൾക്കെതിരെയും ഒക്കെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് പുതിയ വാർത്ത. ഒരാളുടെ പേര് വരുൺ പുല, രണ്ടാമത്തെ ആൾ സോണിയ ശ്രേഷ്ഠ. ഈ 2 പേർക്കെതിരെയും ഇവരുടെ കമ്പനികൾക്കെതിരെയും ഇവരുടെ കപ്പലുകൾക്കെതിരെയും ആണ് ഉപരോധം വന്നിരിക്കുന്നത്. ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇവർ അനധികൃതമായിട്ട് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലൊന്നുമല്ല, വലിയ തോതിൽ ആണ് കൊണ്ടുപോയി കൊണ്ടിരുന്നത്. അപ്പോൾ വരുൺ പുല എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ മാർഷൽ ഐലൻഡ്സിലെ ഈ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഉപരോധമൊന്നും ഏശാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഷാഡോ ഫ്ലീറ്റ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, കൊടി ഒക്കെ. അപ്പോൾ മാർഷൽ ഐലൻഡ്സിലെ ബർത്ത ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥനാണ് വരുൺ പുല. അങ്ങേര് കൊമോറോസ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ആഫ്രിക്കയിൽ ഒരു സ്ഥലമുണ്ട്, രാജ്യം കൊമോറോസ്. ആ കൊമോറോസിൻ്റെ കൊടിയാണ് ഈ കപ്പലിലുള്ളത്. 40 ലക്ഷം ബാരൽ ഇറാനിയൻ LPG ഗ്യാസ് ചൈനയ്ക്ക് 2024 ജൂലൈ മുതൽ ഇയാൾ കൊടുത്തു എന്നാണ്. 40 ലക്ഷം ബാരൽ ഇറാൻ LPG കൊണ്ടുപോയി കൊടുത്തു. ഈ സോണിയ ശ്രേഷ്ഠ എന്ന് പറഞ്ഞ ആള് വേഗ സ്റ്റാർഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കപ്പല്, അതും കൊമോറോസ്, ഈസ്റ്റ് ആഫ്രിക്കയിലെ കൊമോറോസ് എന്ന രാജ്യത്തിൻ്റെ കൊടിയാണ് ആ കപ്പലിലുണ്ടാവുക. രാജ്യാന്തര നിയമം ഉണ്ടല്ലോ, ഐക്യരാഷ്ട്രസഭ ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കൊടിയില്ലാതെ കപ്പലുകൾ പോകാൻ പാടില്ല എന്നുള്ളത്. കൊമോറോസിൻ്റെ കൊടിയാണ് ഈ 2 ഇന്ത്യക്കാരുടെ കപ്പലിന്. നെപ്റ്റ എന്നാണ് കപ്പലിൻ്റെ പേര്. ഈ സോണിയ ശ്രേഷ്ഠയുടെ കപ്പലിൻ്റെ പേര് നെപ്റ്റ. ഈ കൊല്ലം ജനുവരി മുതൽ LPG, ഇറാനിൽ നിന്നുള്ള LPG പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയിരുന്നു സോണിയ ശ്രേഷ്ഠ എന്നാണ് അമേരിക്ക ആരോപിച്ച് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക 50 കമ്പനികൾക്കും ആ കമ്പനികളുടെ കപ്പലുകൾക്കുമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് ഈ 2 ഇന്ത്യൻ കമ്പനികളും ഇന്ത്യക്കാരും. ആകെ 50 എണ്ണത്തിന് ഇറാനിൽ നിന്ന് എണ്ണയും LPGയും പോകുന്നു എന്ന് ആരോപിച്ചിട്ട്. അപ്പോൾ ഇറാൻ്റെ എണ്ണ കയറ്റുമതി ഇങ്ങനെ അനധികൃതമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റേ അമേരിക്കൻ ട്രഷറി വകുപ്പിൻ്റെ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ OFAC എന്ന് പറയും, അവരാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ വരുമാനം കഴിയുന്നത്ര കുറച്ച് അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുക എന്നുള്ള അമേരിക്കൻ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണിത്. ഇപ്പോൾ ഉപരോധം 2015 ഉപരോധം ഐക്യരാഷ്ട്രസഭ വീണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് മാറ്റിവെച്ചിരുന്നത്, ഇളവുകൾ നൽകിയിരുന്നത് ഇപ്പോൾ ഇറാനെതിരെ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഭീകരരെ സഹായിക്കുന്നു ഇറാൻ എന്നുള്ള ന്യായം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ 50 കമ്പനികൾക്കെതിരെ ഉപരോധം വന്നിരിക്കുന്നത്. ഇവരുടെയൊക്കെ അമേരിക്കയിലൊക്കെ സ്വത്തുണ്ടെങ്കിൽ, കെട്ടിടമുണ്ടെങ്കിൽ, ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ മരവിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ, നേരത്തെ ഷാഡോ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരുന്നില്ലേ, റഷ്യയിൽ നിന്നുള്ളത്. അതെ, റഷ്യയിൽ നിന്നുള്ള ഷാഡോ ഫ്ലൈറ്റുകളുടെ കാര്യമാണ് നമ്മൾ നേരത്തെ ഒരിടം ചർച്ച ചെയ്തിരുന്നത്. അതുപോലെ ഇത് ഇറാൻ പട്ടാളം IRGC, IRGCക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള
പ്രേത കപ്പൽ വ്യൂഹങ്ങൾ എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അമേരിക്ക പറയുന്നത്. ഇത് നേരത്തെ നമ്മൾ റഷ്യയുടെ കാര്യം, റഷ്യ 1000 കപ്പലുകളുണ്ട് ഷാഡോ ഫ്ലീറ്റ് എന്നല്ലേ ആരോപിച്ചിരുന്നത്. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഈ കണ്ടം ചെയ്യാറായ കപ്പലുകളൊക്കെ എടുത്തിട്ട് വൃദ്ധ കപ്പലുകൾ മേടിച്ചിട്ടാണ് ഏതെങ്കിലും ഉപരോധം ഇല്ലാത്ത രാജ്യത്ത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് ഈ കൊമോറോസ് ഒക്കെ പോലെ അതിൻ്റെ കൊടി അവിടുത്തെ ഫ്ലാഗ് ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും കപ്പൽ വേറെ എവിടുന്നെങ്കിലും ആയിരിക്കും മേടിക്കുന്നത്. ഇത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യും മറ്റൊരു രാജ്യത്ത്, എന്നിട്ട് കൊമോറോസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നു, അവിടുത്തെ കൊടിയുമായിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ID സിസ്റ്റം AIS അത് ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ട്രാൻസ്പോണ്ടറുകളൊക്കെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, കപ്പലിൻ്റെ ഈ ഉപഗ്രഹം വഴിയുള്ള ട്രാക്കിംഗ് ഉണ്ടല്ലോ, ഇതൊന്നും സാധ്യമല്ലാതെ വരും. അങ്ങനെയാണ് ഈ കപ്പൽ ഈ കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനൊന്നും ഈ ട്രാക്കിംഗ് ഡാറ്റ ഉണ്ടല്ലോ, ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റാത്ത വിധത്തിൽ ട്രാൻസ്പോണ്ടറൊക്കെ ഇവർ പ്രവർത്തിക്കാത്ത വിധത്തിൽ ആക്കിക്കളയും. അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. കടലിൽ തന്നെ വെച്ചിട്ട് ഒരു കപ്പലിൽ നിന്ന് വേറൊരു കപ്പലിലേക്ക് ഈ ചരക്ക് മാറ്റം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരേ കപ്പലല്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ്റെ ഏതെങ്കിലും ഒരു തുറമുഖം മുതൽ ഇപ്പോൾ ഷാങ്ഹായ് തുറമുഖം വരെ ചൈനയിലെ ഒരേ കപ്പലായിരിക്കില്ല. ഉൾക്കടലിൽ വെച്ചിട്ട് ഇത് വേറൊരു കപ്പലിലേക്ക് കൈമാറ്റം ചെയ്യും. വ്യാജരേഖകളായിരിക്കും കപ്പലുകളിൽ ഉണ്ടാകുന്നത്. കൊടികളും ഒക്കെ വ്യാജമായിരിക്കും. 2025 ഈ കൊല്ലം ജൂണിൽ പാനമ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രാജ്യമാണ് പാനമ. പാനമയിൽ കൊണ്ടുപോയിട്ടും കുറേ ഈ വൃദ്ധ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യും. ഈ കൊല്ലം ജൂണിൽ പാനമ 650 കപ്പലുകളെ ഇതുപോലത്തെ ഡീലിസ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ രജിസ്ട്രേഷൻ റദ്ദാക്കി പാനമ. അത് അമേരിക്കയുടെ സമ്മർദ്ദമൊക്കെ ഉണ്ടാവും അവിടെ. എന്നിട്ട് ഈ കപ്പലുകൾ ഇങ്ങനെ വൃദ്ധ കപ്പലുകൾ വേറെ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇത് റീപെയിൻറ്റ് ചെയ്യും. വേറെ പെയിൻറ്റ്, പിന്നെ വേറെ പേര് ഒക്കെ ഇടും. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഒരു കപ്പലിൻ്റെ പേര് പുഷ്പ എന്നും ഒക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തേക്കൊക്കെ വരുമ്പോൾ വാഡിനാർ എന്ന് പറഞ്ഞ നമ്മുടെ ഗുജറാത്തിലെ വാഡിനാർ തുറമുഖത്തേക്ക് റഷ്യയിൽ നിന്നുള്ള കപ്പലുകൾ വരുന്നത് ഫ്രാൻസ് പിടിച്ചതല്ലേ? അതെ, പിടിച്ചതായിരുന്നു. ചർച്ച ചെയ്തിരുന്നത് നമ്മൾ. അപ്പോൾ അതും ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കര, പിന്നെ അതിർത്തി, ഡീസല്, ഗാസലിൻ ഒക്കെ ഇങ്ങനെ കടത്തുന്നുണ്ട്. കരവഴിയും കടത്തുന്നുണ്ട്. പിന്നെ അതിർത്തി മേഖലകൾ വഴിയും ഇറാൻ്റെ അതിർത്തികൾ വഴി ചെറിയ തോതിലൊക്കെ കടത്തുന്നുണ്ട്. അതാണ് കരവഴിയുള്ള കടത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇറാഖിൻ്റെ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ഉണ്ടല്ലോ, ഈ അതിർത്തി വഴിയൊക്കെ കടത്തുന്നുണ്ട് ഇത് എണ്ണയും ഗ്യാസും ഒക്കെ. അതിർത്തി പ്രവിശ്യകളിലെ ദരിദ്രരെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും കൊടുക്കും, ഇത് കൊണ്ടുപോകാൻ പറയും. വൻകിട ഓപ്പറേറ്റേഴ്സിനെ IRGC ആണ്, അവിടുത്തെ പട്ടാളം ആണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇവർക്ക് ഒളിച്ചു വെച്ച പൈപ്പ് ലൈനുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇറാന്. ഇങ്ങനെ കപ്പലിലെത്തിക്കാൻ ഹിഡൻ പൈപ്പ് ലൈൻസ്, ടാപ്പുകൾ. പിന്നെ ഹിസ്ബുല്ല, ഇറാഖിൽ കുറേ മിലിഷ്യകളുണ്ടല്ലോ ഇറാൻ ചില മിലിഷ്യകളെ വെച്ചിട്ട് ഇറാഖിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ. ഇവർക്കൊക്കെ പണം കൊടുക്കുന്നത് ഹിസ്ബുല്ലയ്ക്ക് ഇതുവഴിയാണ് IRGC പണം കൊടുക്കുന്നത്. IRGCയുടെ പിന്തുണയുള്ള ഇറാഖി മിലിഷ്യ ഈ ഇറാഖിലുള്ള ഒരു സംഘം, തീവ്ര സംഘം അസൈബ് അൽ ഹക്കിന് ഒരു വർഷം $1 ബില്യൺ വരെ ഇറാൻ ഈ എണ്ണക്കച്ചവടം വഴി കൊടുത്തതായിട്ട് $1 ബില്യൺ കൊടുത്തതായിട്ട് കണക്കാക്കുന്നുണ്ട്. 8872 കോടി രൂപ, ചെറിയ തുകയല്ല. ഇറാഖിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇറാൻ.
ഈ സംഘടനയ്ക്ക് അസൈബ് അഹൽ അൽ ഹക്ക് അത് എണ്ണക്കച്ചവടം വഴി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഭീകര സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ഇങ്ങനെ അനധികൃത എണ്ണക്കച്ചവടം വഴിയാണ്. ചൈനയും മലേഷ്യയുമാണ് കൂടുതലും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. 20-30 മില്യൺ ലിറ്റേഴ്സ് ഒരു ദിവസം പ്രതിദിനം വാങ്ങുന്നുണ്ട്. ഇങ്ങനെ കള്ളക്കടത്ത് ഇറാനിൽ നിന്ന് നടക്കുന്നുണ്ട്. കാരണം രാജ്യങ്ങൾ മുഴുവൻ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനെതിരെ. ഇറാൻ വേറൊരു വഴിക്ക് നടത്തുന്നു, രാജ്യത്തിന് നിലനിൽക്കട്ടെ അല്ലേ, നിലനിൽക്കാൻ. അപ്പം ഇതിലിപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇന്ത്യക്കാർ പങ്കാളികളാണ്. അതെ, അവര് മറ്റേ കൊമോറോസ് എന്ന് പറഞ്ഞ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് കൊണ്ടുപോയി അവരുടെ കപ്പലുകൾ രജിസ്റ്റർ ചെയ്ത് അതുപയോഗിച്ച് ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്നു. അത് അമേരിക്ക കണ്ടെത്തി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒരു അസാധാരണ നീക്കവും വിവരവുമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.